Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafir rasulillah wa ala alihi wa sahbihi al-faizina billah amma ba'd. ആരായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി? കേരള ചരിത്രത്തിൽ എന്താണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കുള്ള പങ്ക്? അദ്ദേഹം അതോ ഒരു വർഗീയവാദിയോ? ചർച്ചകളാണല്ലോ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മീഡിയകളിൽ നടന്നു. ഈ ഒരു അവസരത്തിൽ ആരായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പരിശോധിക്കേണ്ടത് നാം ഏവരുടെയും കടമയാണ്, ബാധ്യതയാണ്. പ്രത്യേകിച്ചും ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കലാപപ്രിയനും ക്രൂരനും അക്രമിയും ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയ ഒരാളുമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഈ ഒരവസരത്തിൽ എന്തായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നിലപാടുകൾ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ, കാഴ്ചപ്പാടുകളെ നാം അപഗ്രഥിക്കുമ്പോൾ സമകാലത്ത് നിന്ന് ഉള്ള വീക്ഷണങ്ങൾ അത് ശരിയായിക്കൊള്ളണം എന്നില്ല. അദ്ദേഹം ജീവിച്ച കാലത്തെ ഇഴകീറി അന്വേഷിച്ച് എന്തായിരുന്നു ഖിലാഫത്ത് സമരം, എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരം എന്ന് അന്വേഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. 18-ാം നൂറ്റാണ്ടിലാണല്ലോ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ വേരാഴ്ത്തി അവരുടേതായ ഒരു കമ്പനി ഭരണം സ്ഥാപിക്കുന്നത്. അന്ന് മുതൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മ്ലേച്ഛരും അപരിഷ്കൃതരുമായാണ് കണ്ടിരുന്നത് എന്ന് നമുക്ക് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് രണ്ട് തിയറി ആ മേഖലയിൽ, അഥവാ യൂട്ടിലിറ്റേറിയൻ തിയറി, ഓറിയന്റൽ ഡെസ്പോട്ടിസം തുടങ്ങിയ തിയറികളും, അതുപോലെ അൺസിവിലൈസ്ഡ്, ബാർബേറിയൻ കമ്മ്യൂണിറ്റി തുടങ്ങിയ പദാവലികളാണ് കൊളോണിയൽ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇന്ത്യക്കാരെ കുറിച്ച് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ സംസ്കൃത ചിത്തരാക്കുക, അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യ മാതൃകയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ വൈറ്റ് മെൻസ് ബേർഡൻ, അഥവാ ഇന്ത്യക്കാരെ നന്നാക്കേണ്ടത് വെള്ളക്കാരുടെ ഒരു ഉത്തരവാദിത്തമാണ്, അവരുടെ ബാധ്യതയാണ് എന്നുള്ള കാഴ്ചപ്പാടുകൾ ജെറമി ബന്താമിനെ പോലെയുള്ള, ലോർഡ് മക്കാളയെ പോലുള്ള, ജെയിംസ് മില്ലിനെ പോലെയുള്ള ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുകയുണ്ടായി. ലോർഡ് മക്കാളെ പറയുന്ന ഒരു വാക്യം ഈ അർത്ഥത്തിൽ വളരെ പ്രസക്തമാണ്. എ സിംഗിൾ ഷെൽഫ് ഓഫ് എ ഗുഡ് യൂറോപ്യൻ ലൈബ്രറി ഈസ് വർത്ത് ദ ഹോൾ നാറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ. യൂറോപ്പിലുള്ള ഒരു ലൈബ്രറി ഷെൽഫ് എന്ന് പറയുന്നത് അറേബ്യയിലും അതുപോലെ ഇന്ത്യയിലൊക്കെയുള്ള വളരെ ബൃഹത്തായ ലൈബ്രറികളെക്കാളും ഒക്കെ സമൃദ്ധമാണ്, ആശയസമ്പുഷ്ടമാണ് എന്ന് ലോർഡ് മക്കാളെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിനിറ്റ്സിന്റെ കാര്യമൊക്കെ വളരെ സുപരിചിതമാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയെ അടക്കി ഭരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യക്കാർക്ക് യാതൊരു പങ്കും നൽകാത്ത, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അടിച്ചമർത്തിയിരുന്ന
ഒരു ഭരണകൂടമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. ബ്രിട്ടീഷ് ഭരണത്തോട് ഇന്ത്യക്കാർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭാഗം സർക്കാരിനെ അനുകൂലിക്കുന്നവരായിരുന്നു എങ്കിൽ മറ്റൊരു ഭാഗം സർക്കാരിനോട് ചേർന്ന് നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന താല്പര്യക്കാരായിരുന്നു. 1885 കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ ആ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. 3P അഥവാ പ്രയർ, പെറ്റീഷൻ, പ്രൊട്ടസ്റ്റ്, പ്രാർത്ഥന, അതുപോലെ പരാതി നൽകുക, പ്രതിഷേധം. ഈ രീതിയായിരുന്നു അന്നത്തെ മോഡറേറ്റ് മിതവാദികളായ കോൺഗ്രസ്സുകാർ അവലംബിച്ചിരുന്നത്. എന്നാൽ ബാലഗംഗാധര തിലകന്റെയും ലാലാ ലജ്പത് റായിയുടെയും ഒക്കെ വരവിന് ശേഷം കോൺഗ്രസിൽ തന്നെ എക്സ്ട്രീമിസ്റ്റുകൾ ശക്തിപ്പെടുകയും അവര് സർക്കാരിനെ ബഹിഷ്കരിക്കണം, നമുക്കൊരു സ്വരാജ്യം വേണം, ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയുണ്ടായി. ഈ ഒരു ധാരയിൽ നിന്നാണ് കേരളത്തിലെയും കോൺഗ്രസ് 1910 ശേഷം പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്ക് AK പിള്ള, അതുപോലെ VPP മേനോൻ, VR മേനോൻ തുടങ്ങിയ ചരിത്രകാരന്മാരുടെ രചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 1920 മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് മലബാർ ജില്ലാ സമ്മേളനത്തിൽ ഇവിഷയകമായി ശക്തമായ വാഗ്വാദം നടക്കുകയും അതിൽ സ്വരാജ്യം വേണമെന്ന പ്രമേയം പാസാക്കുകയും ചെയ്യുന്നുണ്ട്. K മാധവ മേനോൻ, KP കേശവ മേനോൻ, അതുപോലെ ആനി ബസന്റ് തുടങ്ങിയ പ്രാദേശിക പ്രാധാന്യമുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്ത കോൺഫറൻസ് ആയിരുന്നു, കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1919 നടന്നത്. അന്ന് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനായ AK പിള്ള പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മൂടി വെച്ചാണ് K മാധവൻ നായർ തന്റെ മലബാർ കലാപം എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദാജിയോട് അന്നേ പുലർത്തിയിരുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. അങ്ങനെ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദാജി അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, പിന്നീട് കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ ലഘുലേഖകളും സർക്കുലറുകളും മലബാറിൽ ആകമാനം വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് കുഞ്ഞഹമ്മദാജിയാണ്. അതേറ്റെടുത്ത് കുഞ്ഞഹമ്മദാജി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കുഞ്ഞഹമ്മദാജിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു പാരമ്പര്യം ബ്രിട്ടീഷ് വിരുദ്ധതയിലുണ്ട്. കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ പിതാവ് മൊയ്തീൻകുട്ടി ഹാജി, അദ്ദേഹം വളരെ ശക്തമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം നാടുകടത്തിയിട്ടുണ്ട്, ശക്തമായി പീഡിപ്പിച്ചിട്ടുണ്ട്, ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് പീഡനത്തിന് ഇരയായാണ് അദ്ദേഹം മരണപ്പെടുന്നത്. തുടങ്ങിയ കുടുംബ പശ്ചാത്തലങ്ങൾ, പാരമ്പര്യമായ ഘടകങ്ങൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ സമരമുഖത്തേക്ക് നയിക്കുകയാണ്. 1921 മലബാർ കലാപം കേവലം ഏതെങ്കിലും നൈമിഷികമായ വികാര പ്രകടനമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും.
അതേസമയം അത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം മുതൽ ആരംഭിച്ച നിരന്തരമായ ലഹളകളുടെ, ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒരു പര്യവസാനമായിരുന്നു. അതിനെ വർഗീയമായി ചിത്രീകരിക്കുന്നവർ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള ബ്രിട്ടീഷ് ആർക്കൈവ്സ് റെക്കോർഡുകൾ പരിശോധിക്കണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഈ ഖിലാഫത്ത് സമരത്തോട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കോൺഗ്രസിന്റെ സഖ്യകക്ഷികളിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടായിരുന്നു. അവരിൽ മോഡറേറ്റ്സ് ഉണ്ടായിരുന്നു, എക്സ്ട്രീമിസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മിക്ക സമയങ്ങളിലും ഗാന്ധിജി ആകട്ടെ, നെഹ്റു ആകട്ടെ, ഭഗത് സിംഗിനോടും ചന്ദ്രശേഖർ ആസാദിനോടൊക്കെ ചേർന്ന് അന്നത്തെ വിപ്ലവകാരികളോട് അഗ്രസീവ് പോളിസി സ്വീകരിച്ച ആളുകൾക്കൊപ്പം നിന്ന് പോരാടിയതിന്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് KP കേശവമേനോന്റെയും മാധവൻ നായരുടെയൊക്കെ ചരിത്രവും അതുപോലെ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയൊക്കെ ചരിത്രവും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും വർഗീയമായിരുന്നില്ല. ദേശീയ നിലപാടുകളിൽ ഒരു വിഭാഗം സ്വീകരിച്ച നിലപാടായിരുന്നു ഇവിടെയും ഖിലാഫത്ത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഭഗത് സിംഗിനോടൊപ്പം പ്രവർത്തിക്കുകയും അവരുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കാൻ മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ചന്ദ്രശേഖർ ആസാദിന് അദ്ദേഹത്തിന്റെ കേസ് ഫണ്ടിങ് നടത്തിയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് മലബാർ കലാപത്തെ 1921 മലബാറിൽ നടന്ന സംഭവങ്ങളെ നാം വിലയിരുത്തേണ്ടത്. കേവലം ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമര രീതി അല്ല അന്നുണ്ടായിരുന്നത്. അപ്പൊ അതിനനുസരിച്ച് മിതവാദപരമായും ആക്രമണോത്സുകമായും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ച ആളുകളുണ്ട്. കേരള മുസ്ലിം പണ്ഡിതന്മാരിലും അത്തരം കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആലി മുസ്ലിയാരും പാലക്കാംതൊടു അബൂബക്കർ മുസ്ലിയാരും ആമിനുമ്മാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരും ഒക്കെ ഈ ഖിലാഫത്ത് പ്രക്ഷോഭത്തെ അനുകൂലിച്ചവരായിരുന്നു. എന്നാൽ അതിനെ എതിർത്ത പണ്ഡിതന്മാരുണ്ട്. ഇന്ന് നാം പറയുന്നുണ്ട് ഖിലാഫത്ത് സമരസേനാനികൾ വളരെ പരുഷമായാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തോട് പെരുമാറിയത് എന്ന്. അതിൽ മതവികാരം ഉണർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിച്ചു എന്നാണ് ഇന്ന് സംഘ് പരിവാറിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്ന് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അന്നത്തെ തലമുതിർന്ന പണ്ഡിതന്മാർ അവർ ഖിലാഫത്ത് വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ എതിർക്കപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരം രണ്ട് പണ്ഡിതന്മാരായിരുന്നു തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാരും മഖ്ദൂം കുഞ്ഞൻ ബാബ മുസ്ലിയാരും. അപ്പൊ അതുകൊണ്ട് തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷ് ഭരണകൂടത്തെ തുരത്തുക, ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും ഒക്കെ വിഭാവനം ചെയ്ത ഒരു ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് വെച്ചാണ് നീങ്ങിയിരുന്നത്. അതിന് ഏറ്റവും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് പ്രചോദനമായത് ഗാന്ധിജിയും മുഹമ്മദ് അലിയും അതുപോലെ C രാജഗോപാലാചാരിയും അതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും അക്കാലത്ത് 5 ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിലൊക്കെ പങ്കെടുത്ത നേതാക്കളിൽ നിന്ന് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 1920 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഗാന്ധിജി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇന്ന് നാം ആ പ്രസംഗം അതിലെ വരികൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരിക്കലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ആക്ഷേപിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.
ആ പ്രസംഗം ഇങ്ങനെ വായിക്കാം. ഇന്ത്യൻ മുസ്ലിങ്ങൾ ആവേശഭരിതരാക്കിക്കൊണ്ട് ഗാന്ധിജി നടത്തിയ പ്രസംഗമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ആത്മബലിക്ക് തയ്യാറല്ലേ? ഈ പ്രയോഗങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ജനവികാരമെന്തെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അത് കൂടിയേ കഴിയൂ. ആത്മബലിക്ക് തയ്യാറായാലേ ജനവികാരമെന്തെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. സർക്കാരിനോട് നിസ്സഹകരിക്കുക എന്ന ഒറ്റ മാർഗമേ നമുക്ക് മുമ്പിലുള്ളൂ. കംപ്ലീറ്റ് ബോയ്ക്കോട്ട്, നിസ്സഹകരണമാണ്, നോൺ കോർപ്പറേഷൻ ആണ് ഗാന്ധിജി ആ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഒക്കെ അന്ന് ആ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഖിലാഫത്ത് പ്രശ്നത്തിൽ നീതി ലഭിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ നിസ്സഹകരണ സമരത്തിൽ അണിചേർന്നാൽ ഹിന്ദുക്കൾ അതിനെ സർവ്വ സ്വാഗതം ചെയ്യേണ്ടതാണ് എന്നും അന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഈ ഒരു പ്രസംഗമായിരുന്നു യഥാർത്ഥത്തിൽ കുഞ്ഞഹമ്മദ് ഹാജിക്കുള്ള പ്രചോദനം. അവസാന കാലഘട്ടം വരെ കുഞ്ഞഹമ്മദ് ഹാജി ഇക്കാര്യം പറയുന്നുണ്ട്. കുഞ്ഞഹമ്മദ് ഹാജി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഗാന്ധിജി ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഇന്ത്യയിൽ ഇന്ത്യക്കാരുടേതായ ഭരണം, നമ്മുടേതായ ഒരു സ്വരാജ്യം വരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന്. മാത്രമല്ല 921 വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നികുതി പിരിക്കാൻ വേണ്ടി സമീപിച്ച ഉദ്യോഗസ്ഥനോട്, വില്ലേജ് ഓഫീസറോട് കുഞ്ഞഹമ്മദ് ഹാജി പറയുന്ന ഒരു വാക്കുണ്ട്: ഇനി ഞാൻ ബ്രിട്ടീഷ് സർക്കാരിന് നികുതി തരില്ല, അടുത്ത വർഷം ഇവിടെ സർക്കാർ ഉണ്ടാകില്ല, അത് എനിക്ക് ഉറപ്പ് തന്നത് ഗാന്ധിജിയാണ് എന്ന്. ഈ ഗാന്ധിജിയാണ് പിന്നീട് മലബാർ സമരത്തെ മാപ്പിളമാരുടെ ഭ്രാന്താവേശം കണ്ട് എന്റെ മനസ്സിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസമായിരുന്നു ഈ വാക്ക് എന്നാണ് പറയാനുള്ളത്. കാരണം ആത്മബലിക്ക് തയ്യാറാവാൻ വേണ്ടി 1920 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരുപോലെ ഉപദേശിച്ചത്, അവരോട് ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയായിരുന്നു. മാത്രമല്ല, അന്ന് ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് കെ മാധവൻ നായരാണ്. അദ്ദേഹമാണല്ലോ KPCCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അതുപോലെ അന്ന് നടന്ന മാതൃകാപരമായ മറ്റൊരു സംഭവമുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അന്ന് രാവുണ്ണി മേനോൻ 2500 രൂപയാണ് സംഭാവന ചെയ്തത്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസും എങ്ങനെയാണ് തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചിരുന്നത് എന്നതിന് ഉദാഹരണമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ തന്നെ, അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ തന്നെ ഔദ്യോഗിക വക്താക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. അതുപോലെ ഈ പ്രസംഗത്തിലും കോൺഗ്രസ് പ്രവർത്തനങ്ങളിലും ലഘുരേഖകളിലും ഒക്കെ ആകൃഷ്ടനായി നെല്ലിക്കുത്തിൽ വെച്ച് ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ അധ്യക്ഷനായി, സെക്രട്ടറിയായി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതുമുതലാണ് അദ്ദേഹം പോരാട്ട രംഗത്തേക്ക് സജീവമായി വരുന്നത്. അന്ന് നാം മനസ്സിലാക്കേണ്ടത്, ആലി മുസ്ലിയാരല്ല അദ്ദേഹത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിക്കാനുള്ള യോഗത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് എന്ന്, മറിച്ച് MP നാരായണ മേനോനായിരുന്നു. ഈ MP നാരായണ മേനോന് കുഞ്ഞഹമ്മദ് ഹാജിയോടൊപ്പം ചേർന്നതിന് ഒരുപാട് പീഡനങ്ങൾ നേരിട്ടത് പിൽക്കാല ചരിത്രമാണ്. അക്കാലഘട്ടത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങളോടെയല്ല ഖിലാഫത്ത് സമരം സംഘടിപ്പിക്കപ്പെട്ടത്, മറിച്ച് അന്നത്തെ മുഖ്യധാര ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സമരം സംഘടിപ്പിച്ചത് എന്നാണ്. അതിൽ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ടാകാം. ഭഗത് സിംഗ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് എങ്ങനെയാണോ വിപ്ലവാത്മകമായി രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്, അതേ കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും പോരാട്ട രംഗത്ത് ഉറച്ചു നിന്നത് എന്ന് നമുക്ക്
കാണാൻ കഴിയും. തുടർന്ന് മലബാറിൽ അങ്ങോളം ഇങ്ങോളം ഖിലാഫത്ത് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകാനുള്ളത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കാളും കൂടുതൽ അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്ന മാധവൻ നായരും MP നാരായണ മേനോനും അതുപോലെയുള്ള KP കേശവമേനോൻ തുടങ്ങിയ ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് 1921 ഓഗസ്റ്റ് 21 തിരൂരങ്ങാടിയിൽ പട്ടാളമിറങ്ങി എന്ന് കിംവദന്തി പരക്കുകയും തിരങ്ങാടി പള്ളി പൊളിച്ചു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അന്നാണ് ഹാജി വളരെ പരസ്യമായി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സായുധ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം നമുക്ക് ഇങ്ങനെ വായിക്കാം. ബ്രിട്ടീഷ് സർക്കാരിനെ പിന്താങ്ങുന്നവരെ സമുദായം ഏതെന്ന് നോക്കാതെ കർശനമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദീർഘവീക്ഷണമായിരുന്നു. അദ്ദേഹത്തിന് അറിയാം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്. ഒരിക്കലും മറ്റു സമുദായങ്ങളുടെ പിന്തുണയില്ലാതെ ഇവിടെ ബ്രിട്ടീഷുകാരെ തുരത്താൻ കഴിയില്ല എന്ന് അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ സമയത്തും അദ്ദേഹം ഖിലാഫത്ത് ഭടന്മാരോടും കോൺഗ്രസ്സുകാരോടും ഉപദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും സഹോദര സമുദായാംഗങ്ങളെ അകറ്റരുത്, അവരെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അവസാന നിമിഷം വരെ ആ ഒരു വീക്ഷണം യാഥാർത്ഥ്യമായി പുലർത്തിയതിന്റെ നേർസാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ഭാഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഭീഷണി ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം ഗാന്ധിജിയും മുഹമ്മദ് അലിയും ഉറപ്പു തന്നിട്ടുണ്ട്, ആസന്ന ഭാവിയിൽ തന്നെ, സമീപ ഭാവിയിൽ തന്നെ ഒരു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ദേശീയ തലത്തിൽ നിലവിൽ വരുമെന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത് എന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്, അവരെ ആവേശഭരിതരാക്കുന്നുണ്ട്. അപ്പോ അടങ്ങാത്ത ആ ഒരു പാരമ്പര്യ ബോധവും സ്വതന്ത്ര അഭിനിവേശവുമായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നയിച്ചത് എന്ന് നമുക്കതിൽ നിന്ന് കാണാൻ കഴിയും. അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പ്രത്യേകമായി സമരഭടന്മാരോട് ആഹ്വാനം ചെയ്ത ഒരു കാര്യമാണ്, സർക്കാർ മുതലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും സ്വകാര്യ മുതലുകൾ കൊള്ളയടിക്കരുത്. അങ്ങനെ സ്വകാര്യ മുതലുകൾ കൊള്ളയടിച്ച എല്ലാ അവസരങ്ങളിലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അത് ഖിലാഫത്ത് സ്വത്തായി പ്രഖ്യാപിക്കുകയും അതിന് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു മഞ്ചേരി പുല്ലൂരിൽ നമ്പൂതിരി ബാങ്ക് സമരക്കാർ കൊള്ളയടിച്ചു. ആ സമയത്ത് പരാതിയുമായി ആളുകൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അടുത്തെത്തി. അങ്ങനെ ഖിലാഫത്ത് ഭടന്മാരെ തന്നെ നിർത്തിക്കൊണ്ട് ആ ബാങ്ക് സംരക്ഷിക്കുകയും അതിലെ എല്ലാ വിഹിതങ്ങളും സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും അർഹർക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സന്തത സഹചാരികളല്ല, മറിച്ച് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ഒരിക്കലും മുസ്ലിം സമുദായാംഗമല്ലല്ലോ. അദ്ദേഹം അന്ന് ഖിലാഫത്ത് നേതാവായിരുന്നു. ഖിലാഫത്ത് സ്മരണകൾ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള പുസ്തകത്തിന്റെ പേര്. ഒരിക്കലും അവരൊന്നും ചില വീക്ഷണ വൈജാത്യങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇതൊരു മതവെറിയുടെ ഭ്രാന്താവേശങ്ങളായിട്ട് അവരൊരിക്കലും ഇതിനെ ചിത്രീകരിച്ചിട്ടില്ല. മറിച്ച് ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള ശ്രമമായിട്ട് അവരൊരിക്കലും മലബാർ സമരത്തെ ചിത്രീകരിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവാം, അതൊരിക്കലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോ അതുപോലെ ആലി മുസ്ലിയാരോ നേരിട്ടുള്ള നിർദ്ദേശത്താലോ അറിഞ്ഞോ ചെയ്തതായിരുന്നില്ല എന്ന്
പറയുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ള AKG അടക്കമുള്ള ആളുകളൊക്കെ ഇക്കാര്യം വളരെ വ്യക്തമായി അവരുടെ ആത്മകഥകളിലും മറ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കാണ് മലബാർ കലാപത്തെ ഒരു ഹിന്ദു വിരുദ്ധ കലാപമായി ചിത്രീകരിക്കാൻ ഇത്ര ആവേശമുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രത്തെ കാവ്യവൽക്കരിച്ച് ഹിന്ദു രാഷ്ട്രമെന്ന തങ്ങളുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ വായിക്കാനുണ്ട്. സമയദൈർഘ്യം ഭയന്ന് അവയിലേക്ക് കടക്കുന്നില്ല. ആ റിപ്പോർട്ടുകൾ ഒരിക്കലും ഹിന്ദുക്കളെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ, അത് അന്ന് സമരത്തെ ശക്തമായി എതിർത്തിരുന്ന കേരള പത്രികയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരൊറ്റ റിപ്പോർട്ട് മാത്രം വായിക്കുകയാണ്. അതിൽ പറയുന്ന ഒരു സംഭവമുണ്ട് കേരള പത്രികയിൽ. 1921 ഒക്ടോബർ 29 അന്നത്തെ കേരള പത്രികയിലെ ഒരു റിപ്പോർട്ടാണ്. അപ്പുനായർ എന്നൊരാൾ ലഹളക്കാർ തന്നെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതായി ഹാജിയോട് പരാതിപ്പെട്ടതിന്മേൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ പിടികൂടി ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്തു. അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ വിരലുകൾ മുറിച്ചു മാറ്റുക എന്നതാണ് ശിക്ഷാരീതി. അപ്പൊ അന്ന് പീഡനമേറ്റ സ്ത്രീകളെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ മോഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകളാണ്, ശിക്ഷാരീതികളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും നടപ്പിലാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു സബ് ഇൻസ്പെക്ടറായിരുന്ന ചേക്കുട്ടിയുടെ കൊലപാതകം. ചേക്കുട്ടി മുസ്ലിമല്ല. അതുപോലെ മൊയ്തീൻ ഷാ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും കൊലപ്പെടുത്തുന്നുണ്ട്. ഈ ചേക്കുട്ടിയെ കൊലപാതകത്തിന് മുമ്പ് ഹൈദ്രോസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുന്നുണ്ട്. അന്ന് അദ്ദേഹം പോലീസ് ബറ്റാലിയന്റെ ഹെഡായിരുന്നു. അപ്പം മുസ്ലിമോ ഹിന്ദു എന്നോ നോക്കിയല്ല ഒരിക്കലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സമര നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. മറിച്ച് ബ്രിട്ടീഷ് സർക്കാരിന് തങ്ങളെ ഒറ്റു നൽകുന്നത് ആരാണോ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നീക്കങ്ങളെ പൊളിക്കുന്നത് ആരാണോ, അവരെയാണ് നേരിടേണ്ടത് എന്നതായിരുന്നു. ഈ സബ് ഇൻസ്പെക്ടർ ചേക്കുട്ടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1894 തന്റെ പിതാവ് പങ്കെടുത്ത ഒരു പ്രശ്നത്തിൽ, അഥവാ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പൊളിക്കാനും പിതാവിനെ പീഡിപ്പിക്കാനും നേതൃത്വം നൽകിയിരുന്നത് ഈ ചേക്കുട്ടി പോലീസായിരുന്നു. അതുകൊണ്ട് തന്നെ ചേക്കുട്ടിയുടെ വധം അത് നമുക്ക് മലബാർ സമരചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ചേക്കുട്ടിയുടെ തല മുമ്പിൽ വെച്ചുകൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നിലപാടുകളെയും യഥാർത്ഥ കാഴ്ചപ്പാടുകളെയും വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ആനക്കയം ചേക്കുട്ടിയുടെ തലയാണ്. ഇദ്ദേഹം പോലീസിൽ നിന്ന് വിരമിച്ച ആളാണ്. സർക്കാരിനും ഭൂവുടമകൾക്കും വേണ്ടി ഇയാൾ നമ്മെ ഭീഷണിപ്പെടുത്തി വരികയായിരുന്നു. പൂക്കോട്ടൂര് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കാൻ സാഹചര്യം ഒരുക്കിയത് ഈ ചേക്കുട്ടിയായിരുന്നു. ഇയാൾ നമുക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന മനുഷ്യനാണ്, കൊല്ലാനുള്ള കാരനാണ്. അഥവാ അന്നത്തെ സമരഭടന്മാരെ ആക്രമിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഈ ചേക്കുട്ടി. അദ്ദേഹം ഒരിക്കലും ഹിന്ദു ആയിരുന്നില്ല, മുസ്ലിമാണ്. ഇതാണ് ഇയാൾക്കുള്ള പ്രതിഫലം. തല മുമ്പിൽ വെച്ച് സംസാരമാണ്. നിങ്ങൾ എന്തു പറയുന്നു? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നാമധേയത്തിൽ എന്നെ കൊന്നുകൊള്ളുക. ഇങ്ങനെ അണികളെ ആവേശഭരിതരാക്കി അവരെ നൈതിക മൂല്യങ്ങളിൽ ഉറപ്പിച്ചായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സമരരംഗത്ത് ഉണ്ടായിരുന്നത്.
അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ ഒരു സമരം, അത് നമ്മൾ ജാലിയൻ വാലാബാഗ്, അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, വാഗൺ ദുരന്തം ട്രാജഡി എന്നാണ്, ശരിക്കും വാഗൺ മസാക്കറാണ്. അതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നു. ഇങ്ങനെയാണ് ബ്രിട്ടീഷ് രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാം ഇന്ത്യക്കാരായ ആളുകളുടെ പ്രശ്നമാണ്, അവരുടെ കരങ്ങളാൽ ഉത്ഭൂതമായതാണ്. ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് അതിൽ പങ്കില്ല എന്ന തരത്തിലാണ് ഗവൺമെന്റ് റെക്കോർഡുകളെല്ലാം നമുക്ക് കാണാൻ കഴിയാം. ഒരു കാര്യം സംഘപരിവാറുകാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ബ്രിട്ടീഷ് റെക്കോർഡുകൾ പരിശോധിച്ചാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ഖിലാഫത്ത് സമരത്തെയും ഹിന്ദു വിരുദ്ധമായി ചിത്രീകരിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏത് സ്വാതന്ത്ര്യ സമരമാണ് നിങ്ങൾക്ക് അത് ദേശസ്നേഹമായി കണ്ടെത്താൻ കഴിയുക? ഒരിക്കലും അതിന് കഴിയില്ല. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതല ഏറ്റെടുത്ത് മുതൽ 1947 വരെയുള്ള ഇന്ത്യൻ ജനതയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താനും അവയെ അന്യായമെന്ന് വിലയിരുത്താനുമാണ് ബ്രിട്ടീഷുകാർ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരം റെക്കോർഡുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുക. എന്നാൽ അവയിൽ നിന്ന് തന്നെ വസ്തുതകളെ വളരെ കൃത്യമായി നമ്മൾ അപഗ്രഥിച്ച് റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവരുടെ അക്രമപരത കണ്ടെത്താനല്ല കഴിയുക. മറിച്ച് അക്കാലത്തെ സമൂഹം അനുഭവിച്ചിരുന്ന ത്യാഗത്തിന്റെയും പീഡനത്തിന്റെയും ഒരുപാട് കഥകളാണ്. ഒരിക്കലും ബ്രിട്ടീഷ് കോടതികളിൽ ഇന്ത്യക്കാർക്ക് വ്യത്യസ്ത നിയമമായിരുന്നു. ബ്രിട്ടീഷുകാരെ ആ പീനൽ കോഡ് ഉപയോഗിച്ച് അവർ ശിക്ഷിച്ചിരുന്നില്ല. അവർക്ക് പ്രത്യേക ശിക്ഷാമുറകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചേക്കുട്ടിയുടെ കൊലപാതകമാണ് നമുക്ക് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഒരുപാട് പേരെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും കൊലപ്പെടുത്തിയതായി, സ്വാതന്ത്ര്യ സമരത്തിന് എതിര് നിൽക്കുന്ന പലരെയും ആക്രമിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മതം അടിസ്ഥാനമാക്കിയല്ല തന്റെ ഭരണം നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് തെളിവുകൾ അതിന് ഉണ്ട്. മാധവൻ നായർ തന്നെ അദ്ദേഹത്തിന്റെ മലബാർ കലാപം എന്ന പുസ്തകത്തിൽ ഒരു തമിഴ് നമ്പൂതിരി, തമിഴ് ബ്രാഹ്മണനായ ആൾ നടന്നു പോകുമ്പോൾ അവർക്ക് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആളുകൾ സുരക്ഷ ഒരുക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ മാതൃകാപരമായി ഭരണം നടത്താൻ പറ്റുമോ എന്നുള്ള ചിന്തയിലായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഖിലാഫത്ത് പ്രസ്ഥാനവും ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ഹിച്ച്കോക്കൊക്കെ അദ്ദേഹത്തിന്റെ മാപ്പിള റബീഉൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പ്രക്ഷോഭത്തിലൂടെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ കംപ്ലീറ്റ് ആയി ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു എന്ന്. അങ്ങനെ 6 മാസത്തോളം ബ്രിട്ടീഷ് ഭരണം മലബാറിൽ അവസാനിക്കുകയും അങ്ങനെ സ്വതന്ത്രമായ ഇന്ത്യക്കാരുടേതായ ആദ്യ ഭരണം ഇന്ത്യയിൽ നിലവിൽ വന്നത് വാര്യയിലൂടെയാണ് എന്ന ചരിത്ര വസ്തുതയാണ് നമുക്ക് കഴിയുക. മതപരിവർത്തനമാണല്ലോ പ്രധാന പ്രശ്നം, ഹിന്ദുക്കൾ ആക്രമിച്ചതാണല്ലോ പ്രധാന പ്രശ്നം. അന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്നും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നല്ലോ അന്ന് മലബാർ. അവർക്ക് കീഴിൽ മദ്രാസ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തെ, എത്ര പേരെയാണ് മതം മാറ്റിയത് എന്ന് നോക്കാൻ വേണ്ടി. അന്നത്തെ കോൺഗ്രസ് പ്രകാശം, മിസ്റ്റർ ടി വി വെങ്കടരമണ അയ്യർ മലബാറിലേക്ക് എത്തുന്നു. അവര് അവസാനമായി കണ്ടെത്തിയത് വെറും 3 പേരാണ് നിർബന്ധിത
മതപരിവർത്തന വിധേയരായത് എന്നാണ്. അപ്പൊ കേവലം 3 പേരെയാണ് അന്ന് കോൺഗ്രസ് കമ്മിറ്റി തന്നെ നിയോഗിച്ച ആളുകൾക്ക് കണ്ടെത്താനായിട്ടുള്ളത്. മാത്രമല്ല അനുചരരോടൊപ്പം പുതു മുസ്ലിങ്ങളെ കാണുക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മുസ്ലിം ആയതാണോ എന്ന്. അങ്ങനെ മുസ്ലിം ആയതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലേക്ക് തിരികെ പോകാം എന്നും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഈ മതേതരമായ കാഴ്ചപ്പാടുകളോട് കൂടിയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മലയാള രാജ്യം നിലവിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഹിന്ദുക്കളും വളരെ വ്യാപകമായി അവരുടെ സമരങ്ങളിൽ പങ്കാളികളായിരുന്നു. ഒരിക്കൽ 500 ആളുകൾ പങ്കെടുത്ത ഒരു റാലി, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ റാലിയിൽ അതിൽ 100 പേര് ഹിന്ദുക്കളായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടേതായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമാണ് ദ ഹിന്ദുവിൽ അദ്ദേഹം എഴുതിയ കത്ത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ അത് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരു സ്വഭാവം പലയിടങ്ങളിലും കാണാറുണ്ട്. അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ട ഒന്നായിരുന്നല്ലോ ചൗരി ചൗര. ഇങ്ങനെയുള്ള പല സമരങ്ങളിലും നമുക്ക് അത്തരം ഒറ്റപ്പെട്ട അക്രമങ്ങൾ കാണാൻ കഴിയും. അപ്പോ ഒരിക്കലും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽനോട്ടത്തിലല്ല ഇത്തരം അക്രമങ്ങൾ അരങ്ങേറുന്നത് എന്ന് വളരെ വ്യക്തമായി ഹിന്ദുവിൽ എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ വ്യക്തമായി ചങ്കൂറ്റത്തോടുകൂടി ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ MP നാരായണ മേനോനെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രയോഗമുണ്ട്, തങ്ങൾ. നിങ്ങൾ ഞങ്ങൾക്ക് തങ്ങളാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ബഹുമാന്യനാണ് എന്നാണ് MP നാരായണ മേനോനെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വിളിക്കുന്നത്. ഒരു ഹൈന്ദവ സഹോദരനെ ഇത്രയും ബഹുമാനത്തോടു കൂടി പെരുമാറാൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറെ അന്വേഷണങ്ങൾ വേണ്ടതില്ല. അതുപോലെ മാധവൻ നായരോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് അദ്ദേഹം അന്നത്തെ ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ നേതാവായിരുന്ന കൊണ്ടോട്ടി തങ്ങളെ ആക്രമിച്ചു എന്ന്. കൊണ്ടോട്ടി തങ്ങളെ, അന്നത്തെ ഇസ്തിയാഖ് ഷാ തങ്ങളെ ആക്രമിക്കുകയും കൊണ്ടോട്ടി തക്കിയക്കൽ പള്ളിയിൽ വരെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സംഘവും എത്തുകയും അവിടെ പലരെയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന മാനദണ്ഡത്തിലല്ല ഒരിക്കലും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഖിലാഫത്ത് വിരുദ്ധരെ ആക്രമിച്ചിരുന്നത്. മറിച്ച് ആരാണോ തങ്ങളുടെ ശത്രു, ബ്രിട്ടീഷുകാരുടെ അനുകൂലികൾ ആരാണോ, അവരെ പുകഴ്ത്തുന്നവർ ആരാണോ, അവർക്ക് ഖിലാഫത്ത് സമരഭടന്മാരെ ഒറ്റുകൊടുക്കുന്നത് ആരാണോ, അവരെയാണ് ആക്രമിച്ചിരുന്നത്. ഇതിന് വളരെ വ്യക്തമായ ഒരു തെളിവാണ് കൊണ്ടോട്ടി തങ്ങളെ ആ കാലത്ത് ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയതാണ് ആക്രമിച്ച സംഭവം. അതുപോലെ അവസാന മരണമൊഴിയിൽ, മരണത്തിന്റെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ തലേ ദിവസം നടത്തിയ വിചാരണയിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. എന്തിനായിരുന്നു താൻ എന്റെ ജീവിതം ചെലവഴിച്ചത് എന്നതിനെ കുറിച്ച്. അതിങ്ങനെ വായിക്കാം: ഞാൻ സ്വയം ഭരണത്തിന് വേണ്ടിയാണ് പോരാടിയത്, ഞാനൊരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് പോരാടിയത് എന്നല്ല പറയുന്നത്, അത് നേടുകയും ചെയ്തു. എന്റെ ജീവിത ലക്ഷ്യം നിറവേറിയിട്ടുണ്ട്. ജില്ലാ ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു, കളക്ടറും പട്ടാളവും പലായനം ചെയ്തു, ജനങ്ങൾ സ്വയം ഭരണത്തിൽ സന്തുഷ്ടരാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിനെ കുറിച്ച് അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം കോടതിയിൽ പോലും വളരെ ധീരമായി അഭിപ്രായം പറഞ്ഞതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ഞാൻ നേതൃത്വം ഏറ്റെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ വെടിവെച്ച് കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം ബ്രിട്ടീഷ് കോർട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാലത്തും ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയാണോ അതുപോലെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണോ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല, നമുക്ക് മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അക്കാലഘട്ടങ്ങളിലെ സെൻസസ് പ്രകാരം അത് തെളിയിക്കാൻ കഴിയണം. അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇത്തരം തെളിവുകൾ മുൻനിർത്തി പറയാനുള്ളത്, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു ധീര ദേശാഭിമാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിന് വേണ്ടി മരണം വരെ ശക്തമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എതിർത്ത് നിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തെ വീരപരിവേഷം നൽകുന്നത് പലർക്കും ഇന്ന് രുചിക്കുന്നില്ല. അവരാലോചിക്കേണ്ടത് അവരുടെ പാരമ്പര്യ പൂർവപിതാക്കൾ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് വിരുദ്ധ റാലിയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. അല്ലാതെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും സ്ഖലിതങ്ങൾ ഒപ്പിയെടുക്കാനല്ല അവർ ശ്രമിക്കേണ്ടത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞ അദ്ദേഹത്തിന്റെ മരണമൊഴി കൂടി വായിച്ചുകൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ മാന്യമായ മരണം ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗമാണ്. കണ്ണുകൾ മൂടിക്കെട്ടുന്നതും പിറകിൽ നിന്ന് വെടിവെക്കുന്നതും നിങ്ങളുടെ രീതിയാണ്. എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണമെന്ന് പട്ടാള കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. അങ്ങനെ പട്ടാളക്കാരുടെ വെടിയേറ്റ് ആ ധീരദേശാഭിമാനി രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. അവസാനമായി മാധവൻ നായർ പറഞ്ഞ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രത്യാഘാതങ്ങൾ എന്തു തന്നെയായിരുന്നാലും അദ്ദേഹത്തിന് ഉറച്ച ധാരണകൾ ഉണ്ടായിരുന്നു. അവക്ക് വേണ്ടി ജീവൻ വെടിയുന്നതിനും അദ്ദേഹം ഒരുക്കമായിരുന്നു. മാധവൻ നാരായണത് പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾ ലോകത്ത് ആദരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് കെ മാധവൻ നായർ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതാണ് ഇന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതത്തെ വിവാദമാക്കുന്നവരോട് പറയാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.